الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയോട് ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രമായ ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മുഹറം സന്ദേശം എന്നും അതുപോലെ തന്നെ സാധാരണയും നടത്തി വരുന്ന ദിക്റും മജ്‌ലിസും നമ്മൾ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാൻ കാരണം, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി ഇന്നി ലകും നദീറും മുബീൻ. വലഖദ് അർസൽനാ നൂഹൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചു. ഇലാ ഖൗമി, അദ്ദേഹത്തിന്റെ സമൂഹത്തിലേക്ക് അയക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ആ സമൂഹത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഇന്നി ലകും നദീറും മുബീൻ, ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കാൻ വന്ന നിങ്ങളിലേക്ക് വന്ന പ്രവാചകനാകുന്നു. അല്ലാ തഅബുദൂ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുതേ. 950 വർഷത്തോളം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ പന്താവിലേക്ക് ക്ഷണിച്ചു. എങ്കിലും അവരാ ക്ഷണം സ്വീകരിക്കാൻ തയ്യാറായില്ല. കുറച്ചാളുകൾ മാത്രമാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വിളിക്ക് ഉത്തരം നൽകിയത്. ഈ അവസരത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ലാഹ്, എന്റെ സമൂഹം അതാ വിശ്വസിക്കുന്നില്ല അല്ലാഹ്, അതുകൊണ്ട് നീ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം ഇവരിൽ നീ നടപ്പാക്കണമെന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥന സ്വീകരിച്ചു. വഊഹിയ ഇലാ നൂഹിൻ അന്നഹു ലൻ യുഅ്മിന മിൻ ഖൗമി ഇല്ലാ മൻ ഖദ് ആമൻ, നിന്റെ സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ വിശ്വസിച്ചവരല്ലാതെ മറ്റാരും വിശ്വസിക്കുകയില്ല നോയെ. അതുകൊണ്ട് വസ്നഇൽ ഫുൽക ബിഅയുനിനാ, നമ്മുടെ മേൽനോട്ടത്തിൽ നമ്മളുടെ മേൽത്തോട്ടത്തിൽ നീ ഒരു കപ്പൽ നിർമ്മിക്കുക. വവഅയ്നാ, നമ്മൾ നൽകുന്ന സന്ദേശം അനുസരിച്ചും നീ ഒരു കപ്പൽ നിർമ്മിക്കുക. വലാ തുഖാതിബ്നീ ഫില്ലദീന വലമൂ, അക്രമികാരികളായ ആളുകളുടെ വിഷയത്തിൽ നീ എന്നോട് സംസാരിക്കേണ്ടതില്ല. അവരുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്നഹും മുഗ്റഖൂൻ, അവരെ മുക്കിൽ കൊല്ലപ്പെടാൻ പോവുകയാണ്. അവർക്ക് പ്രളയം വരാൻ പോവുകയാണ്. ആ പ്രളയത്തിൽ അവർ നശിച്ചു പോകാൻ പോവുകയാണ്. അതുകൊണ്ട് നൂഹേ, നീ ഒരു കപ്പൽ നിർമ്മിക്കുക എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വയസ്നഉൽ ഫുൽക, അങ്ങനെയതാ നൂഹ് നബി അലൈഹി സ്വലാം അതാ ഒരു കപ്പൽ ഉണ്ടാക്കി. വകുല്ലമാ മറ അലൈഹി മലകും മലഉം മിൻ ഖൗമി, അദ്ദേഹത്തിന്റെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ നൂഹ് നബി അലൈഹിസ്സലാം പർവ്വതത്തിന്റെ മുകളിലാണ് കപ്പൽ ഉണ്ടാക്കുന്നത്. അതിന്റെ അടുത്തുകൂടെ പോകുന്ന ആളുകൾ ചോദിച്ചു, കളിയാക്കി ചോദിച്ചു,
സ്വീകരിക്കാൻ തുടങ്ങി. സാധാരണ ആളുകൾ കപ്പൽ പണിയുന്നത്, സാധാരണയിൽ കപ്പൽ പണിയാറുള്ളത് കപ്പൽ ശാലകൾ സമുദ്രത്തിന് തീരത്താണല്ലോ ഉണ്ടാകാറുള്ളത്. നിനക്ക് ഭ്രാന്താണോ? ഇത്രയും വലിയ പർവ്വതത്തിന് മുകളിൽ കപ്പലുണ്ടാക്കിയാൽ എവിടുന്ന് ഈ കപ്പലോടിക്കാനുള്ള നദി ഉണ്ടാകാനാണ്, സമുദ്രം ഉണ്ടാകാനാണ്, വെള്ളം എവിടെ ഉണ്ടാകാനാണെന്ന് ആളുകൾ ഇങ്ങനെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ കളിയാക്കാൻ തുടങ്ങി. ആ പരിഹാസമൊക്കെ നിലനിൽക്കുമ്പോഴും ആ കളിയാക്കലൊക്കെ കേൾക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയിൽ നിന്ന് മാറാൻ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറായില്ല. അതുമായി മുന്നോട്ട് പോവുകയാണ്. ആ പരിപാടിയുമായി, ആ പ്രവർത്തനവുമായി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ മുന്നോട്ട് പോയി. കപ്പലിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ സൂറത്തുൽ ഹൂദിൽ അല്ലാഹു പറയുകയാണ്, നമ്മളുടെ കൽപ്പന വന്നു കഴിഞ്ഞപ്പോൾ അതാ പർവ്വതവെള്ള പ്രളയങ്ങൾ ഉണ്ടാവുകയാണ്. ആകാശത്ത് നിന്ന് മഴ വർഷിക്കപ്പെടുകയാണ്. ഭൂമിയിൽ നിന്ന് വെള്ളം പൊട്ടി പുറപ്പെടുകയാണ്. നാം അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാ ജീവജാലങ്ങളിൽ നിന്നും രണ്ട് ഇണകളെ ആ കപ്പലിലേക്ക് കയറ്റാൻ, ആ കപ്പലിലേക്ക് എല്ലാ ജീവജാലങ്ങളിൽ നിന്നും രണ്ട് ഇണകളെ കയറ്റാൻ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറയുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് അതാ രണ്ട് ഇണകളെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ആ കപ്പലിലേക്ക് കയറ്റി. വിശ്വാസികളായ ആളുകളെയും അവരുടെ ഭാര്യമാരെയും ആ കപ്പലുകളിലേക്ക് കയറ്റുകയാണ്. 100-ൽ താഴെ വരുന്ന ആളുകളാണ്. ഖുർആൻ പറഞ്ഞു, കുറച്ചാളുകളല്ലാതെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ആളുകളൊക്കെ കയറി കഴിഞ്ഞപ്പോൾ വെള്ളം ഇങ്ങനെ ഉയർന്നു വരികയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, ഇർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ. അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ് ഇതിന്റെ സഞ്ചാരം, അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ്, അല്ലാഹുവാണ് ഇതിനെ സഞ്ചരിപ്പിക്കുന്നവൻ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ആ കപ്പലിൽ ആ പ്രളയത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വഹിയ തജ്രീ ബിഹിം ഫീ മൗജിൻ കൽജിബാൽ. കൽജിബാലി പർവ്വതങ്ങളെ പോലെയുള്ളതായ മൗജ്. മൗജ് എന്ന് പറഞ്ഞാൽ തിരമാലയാണ്. പർവ്വതങ്ങൾക്ക് സമാനമായ തിരമാലയിലൂടെ ആ വിശ്വസിച്ച ആളുകളെ കൊണ്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കപ്പലിൽ തന്നെ സഞ്ചരിക്കുകയാണ്. വനാദാ നൂഹുൻ ഇബ്നഹു. അങ്ങനെ അതിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആളുകളെ, അവിശ്വാസികളായ ആളുകൾ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി താഴുന്നത്, അതാ രക്ഷയ്ക്ക് വേണ്ടി കേഴുന്നത് ഇങ്ങനെ കേൾക്കാൻ കഴിയും. ആളുകൾ ഇങ്ങനെ ചത്തൊടുങ്ങുകയാണ്, മൃഗങ്ങൾ ഇങ്ങനെ ചത്തൊടുങ്ങുകയാണ്. ഇതിങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം കാണുമ്പോൾ വനാദാ നൂഹുൻ ഇബ്നഹു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകനെ കാണുകയാണ്. തന്റെ മകൻ ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞുമോനെ, വാത്സല്യത്തോടെ കൂടെയുള്ള വിളിയാണ്. എന്റെ കുഞ്ഞുമോനെ, എന്റെ കുഞ്ഞു പൈതലേ, എന്റെ രക്തത്തിൽ പിറന്ന മകനെ, ഞങ്ങളോട് കൂടെ നീ കപ്പലിലേക്ക് കയറൂ മകനെ, ഞങ്ങളോടൊപ്പം നീ കപ്പലിലേക്ക് കയറൂ മകനെ. വലാ തകും മഅൽ കാഫിരീൻ. അവിശ്വാസികളായ ആളുകൾ നീ പെട്ടുപോകരുത് മകനെ, ഈ കപ്പലിലേക്ക് കയറൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ആളുകളും നശിക്കുന്നത് കാണുമ്പോൾ, എല്ലാ ആളുകളും വെള്ളത്തിലേക്ക്
സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. കാണുന്നതായ ഇലാ ജബലിന കാണുന്ന പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതത്തിലേക്ക് ഞാൻ ചെന്നുകൊള്ളാം. യഅസിമുനി മിനൽ മാ. ആ പർവ്വതം തന്നെ വെള്ളത്തിൽ നിന്ന്, ഈ തൂഫാനിൽ നിന്ന്, ഈ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഈ മകൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനായ യൂഹ് നബി അലൈഹിസ്സലാം ആ മകനോട് പറയുകയാണ്, ലാ സിമൽ യൗമ മിൻ അംരില്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ഇന്നേ ദിവസം രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരാളും നീ ലോകത്തില്ല മോനെ. ഇല്ലാമൻ റഹീമ. അല്ലാഹ് കരുണ ചെയ്ത ആളുകൾക്കല്ലാതെ ഇന്നത്തെ ദിവസം രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഇന്നത്തെ ദിവസം ലാസിമൽ യൗം, ഇന്നത്തെ ദിവസം ഒരാൾക്കും രക്ഷയില്ലട്ടോ എന്ന് പറയുകയും വഹാല ബൈനഹുമൽ മൗജൂ. നമ്മൾ ഓതുന്ന ഖുർആൻ നമ്മളോട് ഈ കഥ പറയുകയാണ്. എത്രയോ പ്രാവശ്യം ഈ സൂറത്തുകൾ നമ്മൾ ഖത്മുകൾ തീർത്തപ്പോൾ ഓടിപ്പോയി. എത്രയോ പ്രാവശ്യം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഈ കഥ നമ്മൾ വായിച്ചു പോകുന്നുണ്ട്. ഓരോ തവണയും വായിക്കുമ്പോൾ പുതിയ ആശയം നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രത്തിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ഈ ചരിത്രത്തിലൂടെ ഒരു മകന്റെ വാപ്പയോടുള്ള സ്നേഹത്തിന്റെ, വാപ്പയ്ക്ക് ഒരു മകനോടുള്ള സ്നേഹം എത്രയാ. അവിടെ കുഫർ വരുമ്പോൾ, അവിശ്വാസം വരുമ്പോൾ എടുക്കേണ്ട നിലപാടെന്തെന്ന് പഠിപ്പിച്ചു തരികയാണ്. ആളുകൾ കളിയാക്കുമ്പോൾ, ആളുകൾ പരിഹസിക്കുമ്പോൾ അല്ലാഹുവിന്റെ കൽപ്പനകളെ എങ്ങനെ ശിരസാവഹിക്കണം ഈ ചരിത്രം പഠിപ്പിക്കുകയാണ്. ഒരുപാട് ചരിത്രം, ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് സന്ദേശങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതാ നൂഹ് നബി അലൈഹിസ്സലാം ഒരു റജബ് 10-ാം തീയതിയാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു. റജബ് 10-നാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിൽ കയറിയത്. റജബ് കഴിഞ്ഞു, ശഅബാൻ കഴിഞ്ഞു, റമദാൻ കഴിഞ്ഞു, ശവ്വാലും കഴിഞ്ഞു, ദുൽഖഅദയും കഴിഞ്ഞു, ദുൽഹിജ്ജയും കഴിഞ്ഞ് അതാ ഇതുപോലൊരു മുഹറം 10-ന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വഖീല യാ അർളു ബ്ലഈ മാഅകി. ഏ ഭൂമിയെ നീ നിന്റെ ആ വെള്ളത്തെ നീ വിഴുങ്ങുക. വയാ സമാഉ അഖ്ലിഇ. ആകാശത്തിനോട് മഴ വർഷിക്കൽ നിർത്താനുള്ള കൽപ്പിക്കുകയാണ്. ഭൂമിയോട് വെള്ളം കുടിച്ചു തീർക്കാൻ കഴിയും പറയുകയാണ്. വഖുദിയൽ അംറു. അല്ലാഹ് പറയുകയാണ്, വഖുദിയൽ അംറു. കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടു പോയി. എത്രയോ ജീവജാലങ്ങൾ ചത്തൊടുങ്ങിപ്പോയി. എത്രയോ മനുഷ്യന്മാർ ചത്തൊടുങ്ങിപ്പോയി. എല്ലാം ചത്ത് 6 മാസത്തോളമാണ് ആ പ്രളയം നിന്നത്. റജബിന് തുടങ്ങി മുഹറം വരെ 10 വരെയുള്ള 6 മാസത്തോളം ആ പ്രളയം ഭൂമിയിലുണ്ടായി. ജൂദി പർവ്വതത്തിൽ, ഒരു കാലഘട്ടത്തിൽ ഇറാഖിന്റെ ഭാഗമായിരുന്ന ജൂദി പർവ്വതത്തിലേക്ക് അതാ ആധുനിക ശാസ്ത്രം പറയുന്നതനുസരിച്ച് അതിന്റെ ഉയരം എന്ന് പറയുന്നത് 5 കിലോമീറ്ററുകളോളം ഉയരമുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ജൂദി പർവ്വതത്തിന്. അത്രയും ഉയരത്തിലാണ് വെള്ളമുണ്ടായത്. അത്രയും ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 5 കിലോമീറ്ററുകളോളം ഉയരമുള്ളതായ ആ ജൂദി പർവ്വതത്തിൽ നിന്ന് മലയുടെ മുകളിലേക്ക് ജൂദി പർവ്വതത്തിൽ പോയി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ നിൽക്കുകയാണ്. ആ കപ്പലങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അതാ നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്. നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, യാ നൂഹ് ഖദ് ജാദൽതനാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്, റബ്ബി യാ നൂഹ് ഇഹ്ബിത് ബിസിലാമിൻ മിന്ന
നീ പർവ്വതത്തിലേക്ക് അല്ലെങ്കിൽ ഈ കപ്പലിൽ നിന്ന് നീ ഇറങ്ങണം. വബറകാത്തിൻ അലൈക, നിന്റെ മേലുള്ള ബറക്കത്ത് കൊണ്ടും വഅലാ ഉമ്മമിൻ മിമ്മൻ മഅക, നിന്നോടുള്ള കൂടെയുള്ള ഒരു സമൂഹമുണ്ടല്ലോ അവരുടെ മേലുമുള്ള ബറക്കത്ത് കൊണ്ട് നീ ഇറങ്ങണം. നമ്മുടെ ഈ മുഹറത്തിന്റെ ഏറ്റവും വലിയ വിഷയം ഈ ആയത്താണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം 10ന്റെ അന്ന് ആ കപ്പലിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ നീ കപ്പലിൽ നിന്ന് ഇറങ്ങുക എന്നല്ല പറയുന്നത്. യാ നൂഹു, ഏ നൂഹേ, നീ ഇറങ്ങിക്കൊള്ളുക, ബിസലാമിൻ മിന്നാ, നമ്മളിൽ നിന്നുള്ള രക്ഷ കൊണ്ടിറങ്ങണം. കാരണം ഇറങ്ങുമ്പോൾ ജൂതി പർവ്വതത്തിന്റെ മുകളിലാണുള്ളത്. താഴേക്ക് നോക്കിയാൽ 5 കിലോമീറ്ററുകളോളം താഴേക്ക് നോക്കിയാലാണ് സമുദ്രനിരപ്പെത്തുകയുള്ളൂ. അത്രയും ഉയരത്തിലാണുള്ളത്. ആ ഉയരത്തിൽ നിന്ന്, ആ പർവ്വതത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ചെന്ന് കാണുന്നത് ശവശരീരങ്ങളാണ്. കഴിക്കാൻ ഭക്ഷണമില്ലാത്ത, കുടിക്കാൻ വെള്ളമില്ലാത്ത ഒരവസ്ഥയിലാണ്. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിന്റെ ഉറ്റവരും ഉടയവരും ഒരു സമൂഹം മുഴുവൻ നശിച്ചു പോയിരിക്കുന്നു. അങ്ങനെയാണ് ആ കപ്പലിൽ നിന്ന് അവരിറങ്ങാൻ പോകുന്നത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം 10ന്റെ എന്ന് പറഞ്ഞത്. ബിസലാമിൻ മിന്നാ, നമ്മളുടെ രക്ഷ കൊണ്ട് നീ ഇറങ്ങിക്കൊള്ളുക, നമ്മളുടെ രക്ഷയോടുകൂടെ ഇറങ്ങണം. വബറകാത്തിൻ അലൈക, നിന്റെ മേലും നിന്റെ കൂടെ വിശ്വസിച്ചതായ ആളുകളുടെ മേലുമുള്ള ബറക്കത്തോടുകൂടെ നീ ആ സൂദി പർവ്വതത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കപ്പലിൽ നിന്ന് നീ പുറത്തേക്ക് ഇറങ്ങുക എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് തന്റെ സമൂഹം കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നൂഹ് നബിയെ, അതാ നമ്മളുടെ കയ്യിലുള്ള ഭക്ഷണങ്ങൾ തീർന്നിരിക്കുന്നു. താങ്കൾ പറഞ്ഞതനുസരിച്ച് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം നാം എന്ത് ചെയ്തിരുന്നു, ശേഖരിച്ചു വച്ചിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന നബിയെ, ഇനി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല നബിയെ. അവര് ശേഖരിച്ചു വെച്ചതായ ആ ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സാദിൽ നിന്ന് എന്താണോ ശേഷിക്കുന്നത് അത് കൊണ്ടുവരാൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തിനോട് പറയുകയാണ്. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടുവാ. അപ്പോൾ ഒരാള് കൊണ്ടുവന്നു ഒരു പിടി ഗോതമ്പ് കൊണ്ടുവരികയാണ് ഒരാൾ, മറ്റൊരാള് ഒരു പിടി കടല കൊണ്ടുവരികയാണ്, മറ്റൊരാള് ഒരു പിടി പയർ കൊണ്ടുവരികയാണ്, ചില ആളുകൾ ഒരു പിടി അരി കൊണ്ടുവരികയാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അതിന്റെ സാഹിബുൻ നിഹായത്തു സൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നതായി കാണാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് 7ഓളം വരുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ 10ഓളം വരുന്ന ഒരു പിടി വരുന്ന വസ്തുക്കൾ കൊണ്ടുപോയി കൊടുത്തപ്പോൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അതെല്ലാം ഒരുമിച്ചിട്ട് കൊണ്ട് അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി എന്നാണ്. അതെല്ലാം ഒരുമിച്ചിട്ടുകൊണ്ട് അതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി. അവരെല്ലാം അതിൽ നിന്ന് ഭക്ഷിച്ചു. അവര് വയറ് നിറച്ചു. കാരണം എന്താ? ഖുർആൻ പറഞ്ഞത് നമ്മളുടെ രക്ഷ കൊണ്ടിറങ്ങിക്കോ. അല്ലാഹ് നിനക്ക് ചെയ്തു തന്ന ബർക്കത്തുകൾ, അല്ലാഹു നിനക്കും നിന്റെ കൂടെയുള്ളവർക്കും ചെയ്തു തന്ന ബർക്കത്തനുസരിച്ച് അതുകൊണ്ട് നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ടിട്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം ഈ ബർക്കത്തുള്ളതായ ഭക്ഷണം എന്ത് ചെയ്തത്? പാകം ചെയ്തത്. ആകെയുള്ളത് 10 പിടിയോ 9 പിടിയോ ഉള്ളത്. ഫിയൗമി ആശൂറ അസബുൻ തഖ്തരീൻ ബുറൻ സഹീർ സുമ്മ മാസിൻ വാനസ് ثم الوبايا والفول هذا هو السامي والمنقول. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഓരോ വസ്തുക്കളും അതിൽ ചേർക്കപ്പെട്ടത് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പറഞ്ഞു,
ഇതനുസരിച്ച് മുഹറം 10ന്റെ അന്ന് ജനങ്ങളുടെ ഒരു പതിവായി മാറി മുഹറം 10ന്റെ അന്ന് ഇത്തരം വസ്തുക്കളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഗോതമ്പും അതുപോലെ അരിയും പയറും അതുപോലെ തന്നെ കടലയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഭക്ഷണം തയ്യാറാക്കി പാവപ്പെട്ടവർക്ക് മിസ്കീന്മാർക്ക് ഫുഖറാക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് അവിടെ നിന്ന് പതിവാക്കപ്പെട്ടു. കാരണം തൂഫാൻ കഴിഞ്ഞതിന് ശേഷം, പ്രളയം കഴിഞ്ഞതിന് ശേഷം ആദ്യമായി അത്തരത്തിൽ ഭക്ഷണം തയ്യാറാക്കിയത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതിന്റെ ആ പിന്തുടർച്ചയായിട്ട് അത് ചെയ്യൽ നല്ലതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം നാളെ അല്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന മുഹറം 10ന്റെ അന്ന് പാവങ്ങളെ നമുക്ക് സഹായിക്കാൻ കഴിയുക. ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെച്ചു പണ്ഡിതന്മാർ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് നോമ്പ് പിടിക്കാനാണ് പറഞ്ഞത്. ഫറളാക്കപ്പെട്ട നോമ്പായിരുന്നു മുഹറം മാസത്തിൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവിടെയുള്ള ഖുറൈശികൾ ആ മുഹറം 10ന്റെ അന്ന് നോമ്പനുഷ്ഠിക്കുമായിരുന്നു. അന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നോമ്പനുഷ്ഠിക്കാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ പ്രവാചകന്റെ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ അറബികൾ മുഹറം 10ന്റെ അന്ന് നോമ്പനുഷ്ഠിക്കുമായിരുന്നു. പിന്നീടാണ് പ്രവാചകൻ മദീനയിലേക്ക് വന്നത്. മദീനയിലേക്ക് വരുമ്പോഴാണ് യഹൂദികൾ മുഹറം 10ന്റെ അന്ന് നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടത്. അതുകൊണ്ടാണ് പ്രവാചകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ 10ന്റെ അന്ന് നോമ്പനുഷ്ഠിക്കുന്നത്, മുഹറം 10ന്റെ അന്ന്? അല്ലാഹുവിന്റെ പ്രവാചകനോട് യഹൂദികൾ പറഞ്ഞു, ഇന്നത്തെ ദിവസമാണ് മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവന്റെ കിങ്കരന്മാരിൽ നിന്നും രക്ഷപ്പെട്ട ദിവസമാണ്. അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ആ മൂസയോട് ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് ഞാൻ. ഇന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കും. ഞാൻ ഇനി അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണ്. ഞാൻ മുഹറം 9നും 10നും നോമ്പനുഷ്ഠിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പിന്നീട് പരിശുദ്ധമായ റമദാൻ വരികയുണ്ടായി. ആ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതോടുകൂടെയാണ് ആശൂറാന്റെ നോമ്പ് നിർബന്ധമായത് മാറിയെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ പരിശുദ്ധമായ ഈ മുഹറം 10ന്റെ അന്ന് 10ഓളം കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ചെയ്യൽ നല്ലതാണ്, സുന്നത്താണെന്ന് പറഞ്ഞു. എന്നാൽ ഹദീസിന്റെ ദുഅഫ് കാരണം, അതിന്റെ കദ്ബ് കാരണം അതിൽ നിന്ന് ചില കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് 3 കാര്യങ്ങൾ പണ്ഡിതന്മാർ എടുത്തു പറയുന്നതായി കാണാം. ഒന്നാണ് മുഹറം മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. മറ്റൊന്നാണ് നമ്മുടെ ബന്ധുക്കൾക്ക്, ബന്ധുമിത്രാദികളോട് അവർക്ക് വിശാലത ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അവരുടെ വീടുകൾ സന്ദർശിക്കലും അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കലും അവർക്ക് ഭക്ഷണം കൊടുക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാര് സുന്നത്താക്കി വെച്ചതായി കാണാം. അതുകൊണ്ട് ഏറ്റവും പവിത്രമായ ഈ ഒരുപാട് ചരിത്രങ്ങൾ വന്ന ദിവസമാണല്ലോ. രോഗങ്ങൾ മാറിയ സംഭവമുണ്ട് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്. അതുകൊണ്ട് രോഗത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ്. മഹാനായ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടതായ ദിവസമാണ്. മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ട ദിവസമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അല്ലാഹു ആദം നബിയുടെ തൗബ സ്വീകരിച്ച ദിവസമാണ്. അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് യഹ്യ എന്ന മകനെ നൽകിയതും ഈ മുഹറം 10നായിരുന്നു എന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ദുആ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ എന്ന മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, മക്കളില്ലാത്ത സക്കരിയ നബി അലൈഹിസ്സലാമിനെ പ്രാർത്ഥന സ്വീകരിച്ചതും മകനെ കൊടുത്തതും ഈ മുഹറം 10നാണെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ഒരുപാട് പവിത്രതകളുള്ള മാസമാണ്.
സദഖകൾക്ക് ഒരുപാട് കൂലിയുള്ള മാസമാണ്, ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ഈ മുഹറമിനെ ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ ദിവസത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ചൊല്ലാൻ പോകുന്ന അദ്കാറുകളും സ്വലാത്തുകളും അവനെ തൃപ്തിപ്പെടുന്ന അദ്കാറുകളും സ്വലാത്തുകളുമാക്കി സ്വീകരിക്കുമാറാകട്ടെ.